ഹലോ. ഓ, നാളത്തെ റിവ്യൂ മീറ്റിംഗിന്റെ ടെൻഷൻ പങ്കുവെക്കാൻ വിളിച്ചതായിരിക്കും. പക്ഷേ ഇതല്ല, ഇതിനപ്പുറം വന്നാൽ ഞാൻ ഇന്ന് ടെൻഷൻ അടിക്കില്ല. കാരണം ഇന്നൊരു സുദിനമാണ്. ആകെ ഈ ബ്രാഞ്ചിലുള്ള സ്റ്റാഫില് 2 പേരിന്ന് ലീവിലാണ്. ഒരുത്തന് കല്യാണം, മറ്റവന് കണ്ണുകെട്ട്. എടാ ലവനെ, ദവൻ കെട്ടുന്നതിനുള്ള കണ്ണുകടിയല്ലടാ, കണ്ണിനസുഖം. പക്ഷെ ഞാൻ ഹാപ്പിയാണ്. കാര്യം എന്താന്ന് വെച്ചാൽ ഡെപ്യൂട്ടേഷൻ കിട്ടിയിട്ടുണ്ട്. ഈ ബ്രാഞ്ചില് ഇതേവരെ ഒരു പെൺകുട്ടി വർക്കില്ലെന്നുള്ള കാര്യം തനിക്കറിയാലോ. അതുകൊണ്ട് താനടക്കം എന്നെ 500 എന്നാണല്ലോ വിളിക്കുന്നത്. പക്ഷേ അതൊക്കെ ഇന്ന് മാറും. ഇന്നിവിടെ ഡെപ്യൂട്ടേഷൻ വരുന്നത് ആരാണെന്ന് അറിഞ്ഞാലേ താൻ ഞെട്ടും. ഈ റീജിയണിലെ അല്ല, ഈ ബ്രാഞ്ചിലെ ഈ ബാങ്കിലെ തന്നെ സ്വപ്നസുന്ദരി ക്ലാര. എന്താടോ, അസൂയ തോന്നുന്നുണ്ടോ? പിന്നൊരു കാര്യം, എന്റെ ഇന്നത്തെ ഒരു സ്നേഹവും കരുതലും ഒക്കെ കൊണ്ട് അവള് അടുത്ത ട്രാൻസ്ഫർ റിക്വസ്റ്റ് ഈ ബ്രാഞ്ചിൽ വെക്കും. പിന്നൊരു കാര്യം, ഇന്നിനി ഇങ്ങോട്ട് അധികം വിളിക്കാനൊന്നും നിൽക്കണ്ട. ഞാനേ നല്ല ബിസി ആയിരിക്കും. വസന്തം പൂത്തൊരുങ്ങി നിൽപ്പൂ വരൂ പ്രിയേ. സാറേ, സെയിം പിച്ച്, പുത്തനുടുപ്പാണല്ലേ? ദിനേശന്റെ കടയിൽ നിന്നാവും, ഞാനും അവിടെ നിന്നാ. ഒരു വാക്ക് പറഞ്ഞില്ല ദിനേശൻ തണ്ടി. എടോ, ഹലോ ഹലോ, ആ, ഒരു വാക്ക് പറഞ്ഞില്ല ദിനേശൻ തണ്ടി. പിന്നെ തന്റെ യൂണിഫോം ഇടറോ? ഓ, ഞാനത് ഇടാറ് പതിവൊന്നും ഇല്ലല്ലോ. ഇന്നെന്താ ഓഡിറ്റിംഗ് വല്ലതും ഉണ്ടാ? എടാ മോനെ, ഒരു പെൺകുട്ടി ആദ്യമായിട്ട് ഇന്ന് ഈ ബ്രാഞ്ചിൽ ഒന്ന് വർക്ക് ചെയ്യാൻ പോവല്ലേ, അവള് കാണുമ്പോ എന്താ കരുത്? ഇവിടെ കച്ചവടമല്ലേ? സാറേ, വരാൻ പോകുന്ന സുന്ദരിയെ മെയിൻ ക്യാഷ് കൗണ്ടറിൽ ഇരുത്താനാണല്ലേ ഉദ്ദേശം? അതങ്ങനെയാണോ നിനക്ക് മനസ്സിലായത്? അതല്ല, ഈ CCTVയുടെ മോണിറ്ററിലെ ക്യാഷ് ക്യാബിന്റെ മാത്രം വീഡിയോ ഇങ്ങനെ ഓപ്പൺ ആക്കി ഇട്ടേക്കണ കണ്ടോണ്ട് ചോദിച്ചതാ. അതെ, നീ യൂണിഫോം ഇടണ്ട പോലെ. സാറേ, നിങ്ങൾ ഈ ദുശീലമൊക്കെ എന്ന് തുടങ്ങി? മുറുക്ക്, അയ്യേ, ചുണ്ടൊക്കെ ഇങ്ങനെ ചവാന്നിരിക്കുന്നല്ല. ലിപ്സ്റ്റിക് ആയിരുന്ന? തനിക്ക് എന്തൊക്കെ അറിയണം? തന്നോട് യൂണിഫോം ഇടണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലേ, പിന്നെന്തിനി എന്ത് വേണ്ടേ? ആ, അതൊക്കെ പോട്ടെ. തന്നോടെ ഒരു ബൊക്കെ വാങ്ങിച്ചോണ്ട് വരാൻ ഞാൻ പറഞ്ഞല്ലേ, എന്നിട്ട് അതെവിടെ? അയ്യോ, ഒന്ന് പോയി വണ്ടി ഇരിപ്പോണ്ട് ഇപ്പൊ എടുത്തോണ്ട് വരാവേ. അവൾ വരുമ്പോൾ ആ ബൊക്കെ നീട്ടിക്കൊണ്ട് ഞാൻ പറയും, ഹേ പ്രറ്റി, വെൽക്കം ടു അവർ ബ്രാഞ്ച്. പുല്ല് വേണ്ട, മൈ ബ്രാഞ്ച്, മൈ വേൾഡ്. എന്തോ ആണോ ഇത്? തന്നോട് ബൊക്കെ കൊണ്ടുവരാനല്ലേ ഞാൻ പറഞ്ഞത്? ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്മാനെ? സാറേ, ബൊക്കെ
ബൊക്കെ ഉണ്ടാക്കുന്നവൻ ഇന്ന് കടയിൽ ലീവ്. അപ്പൊ അവിടെ നിൽക്കുന്നവൻ പറഞ്ഞ് ഈ റീത്ത് കൊണ്ടുപോയിക്കോളാൻ, നമുക്ക് എന്തെങ്കിലും കൊണ്ട് വെച്ചാ പോലെ സാറേ. അല്ല സാറേ, ആരാ ചത്തത്? അയ്യോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതിപ്പോ ഞാൻ എന്തോ വിറ്റ സാധനം കടക്കാരൻ തിരിച്ചെടുക്കത്തൊന്നുമില്ല കേട്ടോ. അങ്ങനെ താനിതേ സൂക്ഷിച്ചു വെക്ക്. നാളെ ഇപ്പൊ എന്തായാലും എന്റെ റിവ്യൂ ആണല്ലോ, അത് കഴിയുമ്പോ എന്നെ നെഞ്ചത്തോട്ട് വീഴണം. അയ്യോ സാറേ, ഈ പൂവൊന്നും നാളെ വരെ ഇരിക്കത്തില്ല, ഇത് പാടില്ലേ. എവിടെ നിന്നാ ഈ മണം? ദിനേശന്റെ കടയിൽ നിന്നാവും. പറഞ്ഞില്ല, ദിനേശൻ തെണ്ടി. അല്ല, താനെന്തോടോ വല്ല അത്ര കുളത്തിൽ വീണോ? ഇതാരാ പൂക്കളൊക്കെ ഇട്ടേക്കുന്നേ? ഓ, ക്ലാരയെ സ്വീകരിക്കാനാവല്ലേ? എന്താ സാറേ കട്ട് ചെയ്തത്? അല്ല, ആരാ വിളിച്ചേ? അതെ, ആ ചിത്രഗുപ്തന് നാളത്തെ റിവ്യൂ മീറ്റിംഗിന്റെ കാര്യം പറയാൻ വിളിച്ചായിരിക്കും. മൂട് ചുമ്മാ കളയാനേ. ചിത്രഗുപ്തനോ? അതാരോ? എടാ, റീജിയണൽ ഹെഡിന്റെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ഒരു പയ്യനില്ലേ, ലമൻ. അവന്റെ പേര് യബിനെന്നോ സുബിനെന്നോ അല്ലേ? ഈ ചിത്രഗുപ്തൻ എന്ന് പറയുന്നത് കാലന്റെ ആരോഗ്യനാവിന്റെ പടികടന്നെത്തുന്ന പതനിസ്സന അവളായിരിക്കും. പുറത്ത് മഴ ചേർന്നുണ്ടോ? എങ്കിലും അവൾ തന്നെ. ദിനേശന്റെ കടയിൽ നിന്നാവും. പൂക്കളൊക്കെ ഒരുപാട് റീത്തിന്റെ ഡിസൈൻ പോലെ. അല്ലടാ, നാളെ നിന്റെ കല്യാണം പ്രമാണിച്ച് നീ ഇന്ന് ലീവല്ലേ എന്ന് പറഞ്ഞാൽ ഇവിടെ എടുത്ത് കണ്ണിന് അസുഖമായിട്ട് ലീവ് എടുത്തേക്കല്ലേ? ഈ ബ്രാഞ്ചിന്റെ സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥത. മാർച്ച് മാസം ക്ലോസിങ്ങിന്റെ സമയത്ത് ലീവ് എടുത്തിയൊക്കെ ഗോവയ്ക്ക് പോയപ്പോ ഈ ആത്മാർത്ഥതയൊന്നും കണ്ടില്ലല്ലോ. കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം നീ ലീവായിരുന്നു. ഇതിന്റെ ഒന്നും പേര് ആത്മാർത്ഥതയെന്നല്ല, നല്ല കുത്തിക്കുഴപ്പം. ഞാനിന്ന് വരുമെന്ന് ഇന്നലെ ഗ്രൂപ്പ് ഇട്ടില്ലായിരുന്നു, കണ്ടില്ലായിരുന്നു? ഗ്രൂപ്പിൽ ഏത് ഗ്രൂപ്പിൽ? എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. ആ ഗ്രൂപ്പിൽ സാറില്ല. മാനേജർ ഇല്ലാത്ത രഹസ്യ ഗ്രൂപ്പ്. എന്തുവാ നിങ്ങളുടെ ഈ ഗ്രൂപ്പിന്റെ പേര്? ആനപ്പാറ. ആ കളിയെ കൊണ്ടാ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഈ 500 കേറാത്ത സ്ഥലം. പക്ഷെ ഈ ഗ്രൂപ്പിനുണ്ടല്ലോ, ഞാനൊരു പേര് പറഞ്ഞുതരാം. നാഥൻ ഇല്ലാത്ത കളരി. ഓ, ചിത്രഗുപ്തൻ യവനങ്ങ ഒരു പണിയില്ലേ? അതെ, എല്ലാവരോടുമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നാളെ എന്റെ കല്യാണമാണെന്ന് ആ കൊച്ചറിയരുത്. അതിന്റെ മനസ്സ് വിഷമിക്കണ്ട. എന്നാ നിന്റെ മനസ്സ് വിഷമിക്കണ്ട. നിന്റെ കല്യാണക്കുറി ഞാൻ റീജിയണൽ ഓഫീസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ അവളും ഉണ്ട്. കല്യാണം കഴിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ, ഇന്ന് വേണമെങ്കിലും മാറ്റാം. അങ്ങനെയല്ലോ. പിന്നെ ഇന്ന് ഡെപ്യൂട്ടേഷൻ കാര്യം വരുന്നത് പ്രമാണിച്ച് നമുക്കൊരു നല്ലൊരു ട്രീറ്റ് അവൾക്ക് കൊടുക്കാം. ലഞ്ച് തന്നെ ആയാലോ? അല്ല, അതിന് അവൾ ഊണും കൊണ്ടുവന്നാലോ? അപ്പൊ ഇത് വേസ്റ്റ് ആവത്തില്ലേ? ഞാൻ ഊണ് കൊണ്ടുവന്നിട്ടില്ല. നീ അങ്ങനെ ഇപ്പൊ ഉണ്ണണ്ട. നമുക്ക് വൈകിട്ട് ബേക്കറി വാങ്ങിച്ച് ചെലവടത്താൻ മതി. ബേക്കറി വാങ്ങിച്ച് ചെലവ് നടത്താനാണെങ്കിൽ നീ പോയി ആ ക്യാഷ് ക്യാബിൽ ഇരിക്കും. അതാകുമ്പോ വൈകിട്ട് എന്തായാലും എണ്ണ പലഹാരം മേടിക്കേണ്ടി വരും. തോന്നുന്നു
എണ്ണം കിട്ടവൻ രാവിലെ നാക്കെടുത്ത് മുളച്ചപ്പോഴേ ഞാൻ കരുതിയതാ. ഹലോ സർ, വെൽക്കം. ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. എടാ മോനെ, നീ പോയിട്ട് ഫയലോ അണ്ടിപ്പരിപ്പോ കിടിപിടിയോ എന്തെങ്കിലും എടുത്ത് അങ്ങേറെ മേശപ്പുറത്ത് പോയി. പിന്നെ അപ്പോഴത്തേക്ക് ആ പെണ്ണുപോയി. ഇനി ഇങ്ങേരും ആ പെണ്ണ് ഡെപ്യൂട്ടേഷൻ വരുന്ന പറഞ്ഞ് വന്നായിരിക്കോ? പറയാൻ പറ്റൂല. ഈ റേഷൻ കട അരി വരുന്നെന്ന് പറഞ്ഞാൽ എലി അങ്ങ് ഡൽഹിയിൽ നിന്ന് വന്നു. പൂക്കളൊക്കെ ഓണത്തിന്റെ സീസൺ ഒന്നും ആയില്ലല്ലോ. എല്ലാവരും ഒരേ ഡ്രസ് കോഡില് കാലിന്റെ ഒരു പാക്കറ്റ് സ്വീറ്റാണ്. അതായിരിക്കത്തില്ല. അവിടുത്തെ കളറൊക്കെ വെച്ച് നോക്കുമ്പോ ഇതൊക്കെ ചോപ്പാ കേട്ടോ. സാറും കൂടിക്കോ, ദിനേശന്റെ കട തൊട്ടപ്പുറത്താ. ഞാൻ എന്നാലേ പോയി എന്റെ യൂണിഫോം ഇട്ടോട്ട് വരട്ടെ. ആരോ വരുന്നു, ശ്രദ്ധിച്ചേ. ആരോ വരുന്നുണ്ട്. എവനെന്താണ് അവിടെ? ഈടാ പെങ്കൊച്ചോ? സാറേ, റീജിയണൽ ഓഫീസ് എവിടെയും വിളിച്ചില്ലായിരുന്നോ? ആ പെൺകുച്ചിന് നല്ല പനി, അതുകൊണ്ട് എന്നോട് ഡെപ്യൂട്ടേഷൻ ഇതിനാണോ ആ ചിത്രഗുപ്തൻ കിടന്ന് മരണവിളി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്? ഇങ്ങോട്ടാണ് ഡെപ്യൂട്ടേഷൻ തന്നിട്ട് ആ കൊച്ചിനെ പേടിച്ച് പനി പിടിച്ചായിരിക്കും. എന്താ ഞാൻ പോട്ടെ സാറേ, നാളെ എന്റെ കല്യാണം. നിക്കവിടെ, നിനക്കിനി കല്യാണത്തിന് പോലും ലീവില്ല. നീയൊക്കെ എത്ര ഭാഗ്യവാനാണ്. എന്നും ആ സുന്ദരി പെങ്കൊച്ചിനെ കണ്ടുകൊണ്ടിരിക്കാലോ. എനിക്ക് താല്പര്യമില്ല. ഞാനൊരു ആന്റി ലവറാണ്. ഞാനും ഒരു ആന്റി ലവറാണ്. അതല്ല ആന്റി ലവർ, ഞാൻ ലവറിന് എതിരാണ്. അവള് നല്ല ചീത്ത വിളിച്ചാണ് നിന്നേക്കാൻ. അതല്ലടോ, ഈ പ്രധാന ബ്രാഞ്ച് ജോയിൻ ചെയ്ത ദിവസം ക്യാഷിലാണ് കൊണ്ട് ഇരുത്തിയത്. വൈകിട്ട് നമുക്ക് 2000 രൂപ ഷോർട്ട്. ഞാനൊക്കെ കയറി ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അതൊന്ന് ഷോർട്ട്. അപ്പൊ 2000 എടുത്ത് അങ്ങോട്ട് വെച്ച് അത് കഴിഞ്ഞിട്ട് ഓഫീസർ പൈ നേരിട്ടറിയാ 2000 എക്സസ് ആണെന്ന്. അന്ന് തീർന്നതാ തിരുമേനി പ്രേമം. കിട്ടാത്ത കാശും കിട്ടാത്ത പ്രേമം മനസ്സിന്റെ വിങ്ങൽ തന്നെയാണ്. ഈ കഥനാഥ കേട്ടിട്ടായിരിക്കും സർക്കാർ 2000-ന്റെ നോട്ട് നിരോധിച്ചത്. സാറേ, എന്റെ പൊന്നനിയ, നീ നല്ലൊരു സ്ഥലം നോക്കിയെങ്കിൽ ഓഡിറ്റിങ്ങിന് വന്നോ? സാർ നല്ല സീറ്റ് അപ്പുറത്താ. ഇനി ആരും വരുന്നല്ലോ. ഓ, ഇനിയിപ്പോ ആര് വന്നോ നമുക്കെന്ന്. എന്തിനോ വേണ്ടി തിളക്കുന്ന സവാർ. അതില്ല. ചോരൊക്കെ പറഞ്ഞാലേ കേൾക്കാൻ പറ്റൂ. ADM ഒക്കെ ആകേണ്ട ആളാ ഞാൻ. എനിക്ക് സൗണ്ട് ഒന്നും നല്ല സീനിയറാ. ഇതൊന്നും കേൾക്കാനൊന്നും പറ്റൂല. ചോർക്ക പറ. ദിനേശാ, സാറേ, ഇവിടെ ആളില്ലാതെ കഷ്ടപ്പെടുന്ന ഓർത്തപ്പം വീട്ടിൽ ഇരിക്കാൻ തോന്നിയില്ല. അതാ ലീവ് ക്യാൻസൽ ചെയ്ത് ഞാനിങ്ങ് വന്നു. എവിടെയാ കുട്ടി? ഇവിടെ കുട്ടി കുട്ടി മീറ്റ് മിസ്റ്റർ ഗോവിന്ദൻകുട്ടി. ഡെപ്യൂട്ടേഷൻ വന്നതാ. സാറ് ശ്രദ്ധിച്ചോ? അവന്റെ കോലം നോക്ക് സാറേ. നമ്മളെ കവച്ചു വെക്കാനല്ലേ അവൻ ഈ കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ചോണ്ടോന്ന്. സാർ നോക്ക് സാറേ, നമ്മളെ കവച്ചു വെക്കാൻ അവന്റെ ഉദ്ദേശം. ഇല്ല ഇല്ല സാർ, ഞാൻ ചെയ്യില്ല. കണ്ട അവനെ നിൽക്കാനാ സാറിന്റെ വാക്കിന് ഒരു വിലയില്ല. എന്നാൽ ഇവനെ കൊണ്ടൊന്ന് ഊരി തട്ടണം. ഊരാ ഊരാ.
എന്താ വാടോ കണ്ണ് പഴുത്ത് ചീറ്റിരിക്കുന്നത്? സാറേ, ഞാൻ കണ്ണിന് അസുഖം പറഞ്ഞല്ലേ ലീവ് എടുത്തേ. ആ, കണ്ണിന് അസുഖം വന്നാൽ പിന്നെ കണ്ണ് പഴുത്ത് ചെയ്യാതിരിക്കുമോ സാറേ? അയ്യോ, അപ്പൊ തന്റെ കണ്ണാടി വലിച്ചൂര് ഞങ്ങൾക്കും അസുഖം പിടിപെടുമോ? ഉറപ്പല്ലേ? ഈശ്വര, എന്റെ അണിമൂൺ. ഹലോ ഹലോ, ചിത്രഗുപ്ത, സോറി, യവിനെ, എന്താ അറിയോ സംഭവം? എന്താ അറിയോ? അതായത് ഒരാഴ്ചത്തേക്ക് ഞങ്ങൾക്ക് 3-4 പേരെ ഡെപ്യൂട്ടേഷൻ വേണ്ടി വരും. കാര്യം എന്താന്ന് വെച്ചാലേ ഞങ്ങൾക്കെല്ലാം കണ്ണുകടിയായിരിക്കും.